നിങ്ങൾ എന്താ ചെയ്യാൻ പോന്നെ? അടിച്ച് സ്ട്രോങ് കമ്പി ഇത് തന്നെയാണോ? ഓ നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇത് അടിച്ചോടിക്കാൻ പോകണോ? സാറിന്റെ പ്രോഗ്രാമിൽ ഞാൻ നേരത്തെ പങ്കെടുത്തിട്ടുണ്ട്. പങ്കെടുത്തിട്ടുള്ള അപ്പം സ്ട്രോങ് ആണല്ലോ അല്ലേ? സ്ട്രോങ്ങാ. ഓക്കെ, ആയിക്കോട്ടെ. ഞാൻ ഉറപ്പിച്ചു ഇത് ഇരുമ്പ് കമ്പി തന്നെ അല്ലേ? വിജയനെ അടിച്ച് ആൾക്കാരൊക്കെ പ്രൂവ് ചെയ്യണോ? ഓക്കെ. കല വീണോ? ഇല്ലല്ലോ, നന്നായി. അപ്പൊ അടിച്ചോടിക്കാം. ഓക്കെ. ആ ശരി. സൂപ്പർ. കൈ ഒടിഞ്ഞോ? ഒടിയത്തില്ല. ഞാനിത് 109ാമത്തെ കമ്പിയാ. ആണോ? എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായി. കാര്യം ഞാൻ ആൾക്കാരോട് പറഞ്ഞും പോയി ഇത് ഒടിക്കുമെന്ന്. പിന്നെ ഒടിഞ്ഞില്ലേ ജീവിച്ചു എന്നിട്ട് കാര്യമുണ്ടോ? 8 വേൾഡ് റെക്കോർഡ് ഉണ്ട്. എത്ര എണ്ണം ഒടിച്ചു ആകെ ഇതുവരെ? 109ാമത്തെ. 109. സൂപ്പറായി. നിങ്ങൾ കിടിലോ? മുഴുവൻ പേരെങ്ങനെയാ? മറന്നുപോയി. ജോസഫ് KJ, ഇന്ത്യൻ ബ്രൂസ്ലി എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യൻ ബ്രൂസ്ലി ആണോ അറിയപ്പെടുന്നു? വീഗനാണ്. വിവാഹിതനാണ്. 2 കുട്ടികളുണ്ട്. താങ്കൾ ഈ പരിപാടി എല്ലാരെയും പഠിപ്പിക്കണം. കുട്ടികളൊക്കെ ഇതിൽ താല്പര്യം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് കുട്ടികളെ ആരോഗ്യമുള്ള ഒരു മനുഷ്യനല്ലേ? ഈ MDMA പോലുള്ള മാരക വസ്തു കഴിക്കുന്ന ആൾക്കാരെ കുറിച്ച് കണ്ടിരിക്കുന്ന ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അവരോട് എന്താ പറയാ താങ്കൾ? ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് ഒരു മരുന്നും ഇല്ലാതെ ആരോഗ്യത്തോടെ ജീവിക്കുന്ന ആളാണ്. മരുന്നൊന്നും കഴിക്കില്ല? ഒരു മരുന്നില്ല. ആരോഗ്യമാണ്, രോഗമില്ല. ഒരു പനി പോലും വരുന്നില്ല. മാർഷൽ ആർട്ട് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് അത് സംഭവിക്കുക. അപ്പം ഇതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് മരുന്നൊന്നും ഇല്ലാതെ രോഗങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചു പോവാം അല്ലേ? തീർച്ചയായിട്ടും. രാസലഹരി കേരളത്തിൽ പടരെ അറിയാലോ. അതിനെതിരായിട്ട് നമ്മുടെ ഈ യാത്ര നമ്മൾ അന്വേഷിച്ചിടത്തോളം ഒരുപാട് അമ്മമാർക്ക് ടെൻഷൻ ആയിട്ടുണ്ട് ഈ കുട്ടികളുടെ ഈ പോക്ക്. നാടിന് തന്നെ ആപത്താണ്. ഇതുപോലുള്ള രാസലഹരികൾ, അല്ലാത്തുള്ള ലഹരി പാനീയങ്ങളും എല്ലാം ഉപയോഗിക്കുന്നത് നാടിന് ആപത്ത് തന്നെയാണ്. ഒരു തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാർഷൽ ആർട്സ് പരിശീലിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. ആ ഡിസിപ്ലിൻ എന്ന് പറയാൻ ഇത്തരം ശരീരത്തിന് ആരോഗ്യകരമല്ലാത്ത അനാരോഗ്യകരമായ സാധനങ്ങളെല്ലാം വർജിക്കപ്പെടും. തീർച്ചയായിട്ടും നിരവധി സ്കൂളുകളിൽ ഇപ്പോൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. കുട്ടികളെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഒരു സ്വകാര്യം, എനിക്ക് ഇദ്ദേഹത്തെ കണ്ടപ്പോ ഒരു ചെറിയൊരു കൊതിയുണ്ട്. ഇദ്ദേഹത്തിന്റെ താടിയിലൊന്ന് പിടിക്കണമെന്ന്. ഓക്കെ, രസമുണ്ട്. അപ്പൊ ഈ താടിയാണ് ഇന്ന് എന്റെ ദുഃഖം കേട്ടോ. ഓക്കെ, നന്നായിരിക്കട്ടെ. അങ്ങ് വലിയ മനുഷ്യനാ കേട്ടോ. അങ്ങ് ഈ കമ്പി അടിച്ചോടിക്കാൻ പറ്റിയില്ലായിരുന്നില്ലുണ്ടല്ലോ, ഞാൻ ഇവിടുന്ന് സ്ഥലം വിട്ടത്. അദ്ദേഹത്തിന്റെ ആദ്യ അനുഭവമല്ല, അത് എത്രയോ തവണ